ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മലയാളി വൈബ്സ്. അപ്പോൾ നമ്മളിന്ന് വന്നിരിക്കുന്നത് ഒരു പുളിമുട്ടായിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. ഇമ്ലി മുട്ടായൊക്കെ ഇല്ലേ, നമ്മൾ കുട്ടിക്കാലത്തൊക്കെ കഴിക്കുന്ന അതാണ്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ പുളി നന്നായിട്ട് കുറച്ച് വെള്ളത്തിൽ കുതിരാൻ വെക്കുക. അതിനുശേഷം ഒരു 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നന്നായി കുതിർന്ന് വന്നാൽ മാത്രമേ ഇത് ശരിയാകത്തുള്ളൂ. അപ്പോൾ നമ്മൾ കുതിർന്ന ആ ഒരു പുളി ആ ഒരു വെള്ളത്തോടു കൂടി തന്നെ മിക്സിയിലേക്ക് നന്നായി അടിച്ചെടുക്കാം. അതിനുശേഷം നമ്മൾ ഒരു പാൻ എടുത്ത് അതിലേക്ക് കുറച്ച് ശർക്കരയും ഒരു കട്ട ശർക്കരയും അതിന് ഒരു 3 ടീസ്പൂൺ അല്ലെങ്കിൽ ഒരു 1/4 കപ്പ് വെള്ളവും വീത്തി നന്നായി തിളപ്പിക്കുക. അതൊന്ന് തിളച്ച് വരുമ്പോൾ നമ്മൾ ഈ അരച്ചെടുത്ത ആ ഒരു പുളിയുടെ ആ ഒരു മിക്സില്ലേ, അത് നമ്മുടെ ഈ ഒരു കരിപ്പോട്ടി അല്ലെങ്കിൽ ശർക്കരയുടെ ആ ഒരു മിക്സിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അത് നന്നായിട്ട് തിളപ്പിക്കുക. അപ്പോൾ നന്നായിട്ട് തിളച്ച് വരുമ്പോൾ നമുക്ക് ഒരു ഇഞ്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പും ചേർത്ത് നന്നായി തിളപ്പിച്ച് അതൊന്ന് കുറുകി വരുമ്പോഴേക്കും നമുക്ക് ആവശ്യത്തിന് ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി ചേർക്കാം. അതും കൂടി ചേർത്ത് നമ്മൾ ഈ ഒരു പരുവത്തിൽ ഇങ്ങനെ നന്നായി വരണ്ട് ഒരു നമ്മൾ ഹാഫ് ഇതാണ് എടുത്തതെങ്കിൽ ഒരു 1/4 ആവുന്നത് വരെ നമുക്ക് 1/4 ഇത് മാത്രമേ കിട്ടത്തുള്ളൂ പുളിമിഠായി. അങ്ങനെ വരണം. അപ്പോൾ അവസാനം നമ്മൾ ആ ഒരു കൺസിസ്റ്റൻസി വരുമ്പോൾ നമ്മൾ അതിലേക്ക് കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കാം മധുരത്തിന് വേണ്ടി. അപ്പോൾ നമ്മുടെ പുളിമുട്ടായി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇങ്ങനെ ഐസ്ക്രീം, അതായത് നമ്മൾ ചോക്കോ ബാർക്ക് കുടിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു സ്റ്റിക്കില്ലേ, അത് മാറ്റി വെച്ചിരുന്നാൽ മതി. അതില്ലെങ്കിലും കുഴപ്പമില്ല, സ്പൂൺ വെച്ച് കഴിക്കാം. അപ്പോൾ അങ്ങനത്തെ ആ ഒരു സ്റ്റിക്ക് ഉണ്ടെങ്കിൽ ആ ഒരു സ്റ്റിക്ക് ഇങ്ങനെ ചെറുതാക്കിയിട്ട് ആ ഒരു സ്റ്റിക്കിൽ ഇങ്ങനെ ഒന്ന് റൗണ്ട് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് നമ്മുടെ ഇമ്ലി മുട്ടായി ഇവിടെ റെഡി ആയി കിട്ടും. അപ്പോൾ ഇങ്ങനത്തെ കൂടുതൽ വീഡിയോസിനായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ.